പ്രശാന്ത് വിജയ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് ഇത്തിരി നേരം നമ്മൾ കണ്ട് ഒരു യാത്ര രണ്ടുപേരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ട് വന്നതുപോലത്തെ ഒരു ഫീൽ വന്ന ഒരു സിനിമ. ഇതിൽ നന്ദു, അതുപോലെ റോഷൻ മാത്യു, സെറിൻ ഷിഹാബ്, പിന്നെ നമ്മുടെ ആനന്ദ് മന്മഥൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് കൊണ്ട്, ഗംഭീര പെർഫോമൻസ് കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമ. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ് അങ്ങനത്തെ ഒരു സിനിമ. ഈ സിനിമ തുടക്കത്തിൽ ഒരു 96 വൈബ് അടിച്ച്. അനീഷ് ഒരു വിജയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ നന്ദുവും. ആനന്ദ് മന്മഥൻ്റെ ക്യാരക്ടർ, ഭാര്യയുണ്ട്. കുട്ടിയുടെ മാമോദിസയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയ്ക്ക് പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കട്ടയ്ക്ക് ലൈനായിട്ടിരുന്ന കാമുകിയെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്നു. അങ്ങനെ അവരുടെ ഒരു ദിവസത്തെ യാത്ര. ഇത് തുടക്കമൊക്കെ പോണത് കുറേ ഇടത്തൊക്കെ നമ്മളെ 96 പോലെയൊക്കെ ഫീൽ ചെയ്യിപ്പിച്ചു. പക്ഷേ ഇത് രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇതിനെ മറ്റേ ഫിലോസഫി കുത്തിക്കാറ്റി ആൾക്കാർക്ക് മനസ്സിലാകാതെ ക്രിഞ്ച് അടിപ്പിച്ച് വലിച്ചു നീട്ടി അങ്ങനെ പോയിട്ടില്ല. ഇതിൽ ഡയലോഗ്സ് എല്ലാം ഭയങ്കര കാച്ചിക്കുറുക്കി എടുത്ത ഡയലോഗ്സാണ് ഈ സിനിമ. നമുക്ക് ഭയങ്കര റോ ആയിട്ട് ഫീൽ ചെയ്യും. നോർമലായിട്ട് രണ്ടുപേര് സംസാരിക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്യും. അല്ലാതെ അവർ മറ്റേ ഡ്രാമ കാണിക്കുക അങ്ങനെ ഒന്നുമില്ല. ആ ഒരു ലെയർ കറക്റ്റായിട്ട് പിടിച്ചു പോയത് സംവിധായകൻ്റെ കൈയടക്കം തന്നെയാണ്. പക്ഷേ അവിടെ കുറച്ച് സ്ലോനെസ് ഉണ്ട്. പടം സ്ലോയിലാണ് പതുക്കെ പോകുന്നത്. ഇതിൽ വലിയ ഭയങ്കര സംഭവങ്ങളോ ഭയങ്കര ട്വിസ്റ്റോ ടേണോ സസ്പെൻസോ അങ്ങനെ ഒന്നുമില്ല. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ. ഇത്തിരി നേരം ചായ കുടിക്കണം ഈ ഒരു പരിപാടി. അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് അവരുടെ ഒരു പെയിൻ നമുക്ക് ഇവരുടെ അഭിനയത്തിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കേട്ടോ. റോഷനായാലും സെറിൻ ഷിഹാബ് ആണെങ്കിലും ഇവരുടെ പെർഫോമൻസ് പോയി കഴിഞ്ഞാൽ ഈ പടം വധമാവും. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്താണ് ഇത് നടക്കുന്നത്. ട്രിവാൻഡ്രം സിറ്റി എന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ത് രസമായിട്ടാണ് ആ ഒരു സ്ഥലം അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വേറൊരു സിനിമ ഇറങ്ങില്ല, എന്തൊരു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, എന്തെന്ന് അവിടെ മറ്റേ കിഴക്കേക്കോട്ടയിൽ നിന്ന് 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കഴക്കൂട്ടം കഴക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഇപ്പുറത്തോട്ട് മാറുമ്പോഴേക്ക് പാളയത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ലോജിക്കില്ലാതെ ചുമ്മാ മാരി വലിച്ച് ഒരു കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് കൊടുക്കാതെ ഒരു പടം ഇറക്കി വെച്ചാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഇതിൽ പക്ഷേ അതാണ് ഇതിൽ നമ്മുടെ സ്ഥലം വരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ രാത്രിയൊക്കെ കറങ്ങി നടക്കുന്നതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും അതിൽ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ ഈ 2 അടിച്ചുകൊണ്ടിരുന്ന സിനിമ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റിയ വൈബ് സാധനം. പഴയെങ്കിൽ നഷ്ടപ്രണയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡബിൾ സ്ട്രോങ് ആവും. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളും അതിൻ്റെ വിരഹവും അത് കണ്ടതിലുള്ള സന്തോഷം എന്നാൽ പരസ്പരം ഒരു ഇതുണ്ട്, പരിഭവമുണ്ട്. ആ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഓരോ സീനും മാറി തിരിഞ്ഞ് വന്ന് പെർഫോം ചെയ്യണം. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഇവരുടെ അവരുടെ പെർഫോമൻസ് മാത്രം മതി ഈ സിനിമ വർത്താണ്. ഈ സിനിമയിൽ വേറെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ബഹളോ ആക്ഷൻ ബ്ലോക്കുകളോ പാട്ടോ റിച്ച് ഒന്നുമില്ല സാധാരണ. പക്ഷേ അവിടെ നമുക്ക് എന്താണ് പിടിച്ചിരുത്തേണ്ടത്, പെർഫോമൻസ്. അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് ഫസ്റ്റ് ഹാഫൊക്കെ ആ ഒരു ഫീല് നമുക്ക് ആ നഷ്ടപ്രണയത്തിൻ്റെ ഫീല് നമുക്ക് അവരുടെ കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്ത് തോന്നിയിട്ടുണ്ട്. പിന്നെ പതുക്കെ മൂഡ് മാറി വേറെ ഒരു ട്രാക്കിലോട്ട് പോകുന്നുണ്ടോ എന്ന് തോന്നി. എന്നാൽ പിന്നെ അത് പ്രതീക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവിടെ നിന്ന് തേച്ചളഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇവരെ രണ്ടുപേരുടെയും ഒരു ഇത് ഇമോഷൻസ് കൺവേ ചെയ്തിട്ട് അവരുടെ ഫീലിങ്സ് കൺവേ ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ ആനന്ദ് മന്മഥനും അതുപോലെ നന്ദുവൊക്കെ വരുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും ഒരു വിഷയം വന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു സിനിമ, സെക്കൻഡ് ഹാഫ് വേറെ സിനിമ. അങ്ങനെ രണ്ടും മോശമൊന്നുമല്ല. ഈ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നത് ഒന്ന് അവരുടെ പെർസ്പെക്റ്റീവ്, നമ്മൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നത്, അത് മാറിയിട്ട് ഇവരുടെ ഒരു സംഭവം സൊസൈറ്റി എങ്ങനെ എടുക്കുന്നു. അതിൽ 2 ടൈപ്പ് ആൾക്കാർ, 2 തരം ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. ഒരു തരത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ നന്ദുവിനെ പ്ലേസ് ചെയ്യുന്നു, ഒരു തരത്തിൻ്റെത് ആനന്ദ് മന്മഥനെ പ്ലേസ് ചെയ്യുന്നു. ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ പറയാനാണ് ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ കണ്ട് മൂഡ് സെറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി പോയി സെക്കൻഡ് ഹാഫ്. അത് മോശമൊന്നുമല്ല, അത് നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട് ആ സംഭവങ്ങൾ. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഒരു സിനിമയും സെക്കൻഡ് ഹാഫ് വേറെ സിനിമയും കാണുന്നത് പോലത്തെ ഒരു ഫീലും ഉണ്ടായി. അത് പക്ഷേ അത് അങ്ങനെ പോയിട്ട് എൻഡ് ചെയ്യിച്ച് നമുക്ക് വേറെ വേദനിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ആ ഫീലിങ്സ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന രീതിയിൽ സിനിമ എൻഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് ഇത്തിരി നേരം എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയുടെ മ്യൂസിക്, പാട്ടുകളൊക്കെ ചിലപ്പോൾ പിന്നീട് നല്ല ഹിറ്റാവാനുള്ള സാധ്യതയുള്ള പാട്ടുകൾ എനിക്ക് തോന്നുന്നുണ്ട്. ബേസിൽ CJ ആണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. നല്ല വർക്കാണ് പുള്ളിക്കാരൻ്റെ വർക്ക് ചെയ്തിട്ട് വേറെ പുള്ളിക്കാരൻ്റെ കുറേ പടത്തിലുണ്ട് കേട്ടോ. ആട്ടത്തിൻ്റെ അതാണ് ആട്ടത്തിൽ സെറിൻ ഷിഹാബിൻ്റെ ആട്ടത്തിലുണ്ട്. വേറെ ചെറിയ പടങ്ങളിലൊക്കെയാണ് സെക്സി ദുർഗ, ഫ്രീഡം ഫൈറ്റ്, ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. കയറി വരട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്. നല്ല മ്യൂസിക്, അതുപോലെ സിനിമാറ്റോഗ്രാഫിയൊക്കെ സിനിമയ്ക്ക് ചേർന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ഇതിപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ PVRൻ്റെ പാസ്പോർട്ട് എടുത്താണ് കണ്ടത്. ഇതിൽ OTTയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സാക്കണ്ട. നല്ല അത്യാവശ്യം വർത്തായിട്ടുള്ള വാച്ചാണ്. ഞാൻ പറഞ്ഞില്ല, 2 അടിച്ചുകൊണ്ടിരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ അടിച്ചുകൊണ്ടിരുന്ന് കാണാൻ പറ്റിയ
നഷ്ടപ്രണയങ്ങളുള്ളവർക്ക് ആ ഫീലിങ്സ് പലയിടത്തും വരാൻ സാധ്യതയുള്ള നമ്മൾ എത്രയൊക്കെ പ്രണയമൊക്കെ മറന്നുപോയി കാലം കഴിഞ്ഞാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അത് ചില പ്രത്യേക മൊമെൻറ്റ്സിൽ അത് തിരിച്ച് വരും. അതിൻ്റെ പീക്ക് അവസ്ഥ തന്നെ ഉണ്ടാകും എന്നുള്ളത്, അതിനൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സാധനം. അത് ഭയങ്കര നീറ്റായിട്ട് ഭയങ്കര ക്രിസ്പായിട്ട് സ്ട്രക്ചേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. 96 ഒന്നും പ്രതീക്ഷ ആരും ഒന്ന് കാണട്ടെ. 96 വേറെ ലീഗ്, അങ്ങനെയല്ല ഈ സിനിമ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.